Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. കൂടെ ഉണ്ട് RJ തുഷാര. നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് റൈറ്റർ, ഡയറക്ടർ, ആക്ടർ അൽതാഫ് സലീമാണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. താങ്ക് യു. ഓടും കുതിര ചാടും കുതിരയാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ടൈറ്റിലിനെ കുറിച്ച്. പക്ഷെ ഞാൻ കേട്ടു ഈ ഒരു ടൈറ്റിൽ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്ന, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ശരിയാണോ അത്? അതെ, വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായില്ല. ഇത് തന്നെയായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലുണ്ടായത്. അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ടോ? ഇല്ല, അത് കഥയിട്ട് നമ്മള് സിനിമ കാണുമ്പോൾ കഥയിട്ട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ടൈറ്റിലായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ആ ടൈറ്റിൽ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഓക്കെ. അവിടെ ഞണ്ടുകൾ, ഇവിടെ കുതിര, ഈ ആനിമൽസുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. യാദൃശികമായിട്ടത് വന്നെന്നുള്ളൂ. ഈ ഒരു കഥ എഴുതാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ടൈം പീരീഡ് ഞാൻ ഒന്നിനും വെക്കാറില്ല. ചിലത് ഈ പറയുന്ന പോലെ ഒരു എല്ലാ കഥകളും വരും, പിന്നെ അത് പതിയാണ് നമ്മളത് അത് പ്രോസസ് ചെയ്ത് ഇങ്ങനെ പതിയെ അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി വന്നതിനനുസരിച്ചിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഒരു കഥക്ക് ഇത്ര സമയം എന്ന് വെച്ച് ഞാൻ ടൈം ലൈനിൽ വർക്ക് ചെയ്യാറില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയാനായിട്ടുള്ള ഒരു 3 റീസൺസ് ടു വാച്ച് ദിസ് മൂവി എന്തൊക്കെയായിരിക്കും? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര സിമ്പിൾ വാച്ചാണ്, ഈസി വാച്ചാണ്. എനിക്ക് ഓണത്തിന് വളരെ സന്തോഷകരമായിട്ട് പോയി കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു റൊമാൻറ്റിക് കോമഡിയാണ് സിനിമ. 3 ഒരുപാട് ചിരിക്കാനുണ്ട്. ആണല്ലേ? അടിപൊളി. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പൊ ഓണം റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, അൽതാഫ് സലീം എന്നൊരു പേഴ്സന്റെ ഓണം സെലിബ്രേഷൻസ്, ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഓണം സെലിബ്രേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ യൂഷ്വലി ഭയങ്കര ഒരു സെലിബ്രേഷൻ അങ്ങനെ ഭയങ്കര അമിതമായിട്ട് അങ്ങനെ ആഘോഷിക്കാത്ത ഒരാളാണ്. ഇപ്പൊ ഫാമിലി അതിനുശേഷം ഞാനും വൈഫും മോനും കൂടി അന്ന് രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് പൂക്കളങ്ങൾ വൈഫ് എല്ലാ ദിവസവും ഇടും. മീൻസ് എല്ലാ ദിവസവും 10 ദിവസം ഇടും വീട്ടില്. അതൊരു കുറച്ചു നാളായിട്ട് അതങ്ങനെ ഉണ്ട്. ഫ്ലാറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെറിയ പൂക്കളം ഇടാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഈ പറയുന്ന പോലെ തന്നെ ഫ്ലാറ്റ് അസോസിയേഷൻ അവിടെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. അതിൽ പങ്കെടുക്കും. പിന്നെ നമ്മൾ യൂഷ്വലി എറണാകുളം BTH പോയിട്ടാണ് സദ്യയും കഴിക്കാറ്. ഓണത്തിനും വിഷുവിനും അവിടെ തന്നെ സദ്യ കഴിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചക്കൊരു ഉറക്കം. അതാണ് മെയിൻ. അല്ല, പക്ഷെ അതൊരു ഭയങ്കര സുഖമുള്ള ഒരു സംഭവമല്ലേ? ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് ഉറങ്ങാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഉറക്കം യു വിൽ ഗെറ്റ്. അതെ. അപ്പൊ അതാണ് കോർ മെമ്മറി ഓണം എന്ന് പറയുമ്പോൾ. അടിപൊളി. ആൻഡ് എനിക്ക് ഒന്ന് എപ്പോഴേലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഖത്തറിൽ വന്നിട്ട് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഖത്തറിൽ ഈ ഓണം എന്ന് പറയുന്ന സമയത്ത് എസ്പെഷ്യലി പ്രവാസികളാകുമ്പോൾ എനിക്ക് ഒന്ന് നാട്ടിലെക്കാട്ടും കൂടുതൽ സെലിബ്രേഷൻ ഇവിടെ ആയിരിക്കും. കാരണം ഓണം വിൽ ലാസ്റ്റ് ഫോർ മെനി മന്ത്സ്. സോ യു ഷുഡ് ബി എ പാർട്ട് ഓഫ് ഏതെങ്കിലും ഒരു ഓണം സെലിബ്രേഷൻ എപ്പോഴേലും ഖത്തറിൽ വന്നിട്ട് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ വരാം. ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന ഈ ഒരു സിനിമ, ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് ഫഹദ് ഫാസിലും കല്യാണിയും ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്, ഓർ അത് ഗ്രാജുവലി പിന്നീട് സംഭവിച്ച ഒരു കാര്യമായിരുന്നു? ഇല്ല, കഥ എഴുതുന്ന സമയത്തില്ല. വൺസ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് കാസ്റ്റിങ്ങിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് അവർ തന്നെ വന്നത്. ഓക്കെ, നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയും കൂടിയാണ്. ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും സെലക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഇല്ല, ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള കറക്റ്റ് ആളുകൾ തന്നെ കാസ്റ്റ് ചെയ്തത്. അങ്ങനെ ഭയങ്കര വലിയ പ്രോസസ് ഒന്നും അല്ല അത്. ഈ കഥാപാത്രം ഞാൻ ഇന്ന ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ ഫുൾ ഔട്ട്പുട്ട് തരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിന് പറ്റിയ ആളുകളെ ഞാൻ കാസ്റ്റ് ചെയ്തത്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതെ. അൽതാഫ്, ഇനി ചോദിക്കാനുള്ളത്, ഇതിനു മുൻപ് എഴുതി ഡയറക്ട് ചെയ്ത സിനിമ, യുവർ ഫസ്റ്റ് സിനിമയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ. അതും ഈ പറഞ്ഞ പോലെ വളരെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഇന്നും എനിക്ക് തോന്നുന്നു അൽതാഫിന്റെ പല ഇന്റർവ്യൂസിലും താഴെ കമന്റ്സിൽ വരുന്ന സമയത്തും ഞണ്ടുകളുടെ നാട്ടിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ കുറിച്ച് എടുത്ത് പറയാറുണ്ട്. 8 വർഷം മുമ്പായിരുന്നു ആ ഒരു സിനിമ. എന്തുകൊണ്ടായിരുന്നു ഇത്രയും ഒരു ലോങ് ഗ്യാപ്പ് അടുത്ത ഡയറക്ടോറിയൽ വരാനായിട്ട്? അത് ഇന്റൻഷനലി എടുത്തതല്ല. അത് ഈ പറയുന്ന പോലെ എനിക്ക് പാരലി ഈക്വലി അഭിനയവും പോകുന്നുണ്ട്. അപ്പോ നമ്മളിത് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു 1.5 years ബ്രേക്ക് എടുക്കണം. അപ്പൊ ഈ 1.5 years ബ്രേക്ക് എടുത്തിട്ട് അത് കറക്റ്റ് നടക്കണം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടൈം വേസ്റ്റ് ആണ്. പിന്നെ എനിക്ക് അതിന് പറ്റിയൊരു കഥയും വേണം. ഒരു സിനിമ എനിക്കങ്ങനെ എന്റെ റവന്യൂ എനിക്ക് 2 സ്ഥലത്തുനിന്നും മഞ്ഞറിഞ്ഞ എനിക്ക് ഈ സിനിമ പെട്ടെന്ന് ചെയ്ത് സംവിധാനം ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ അഫക്ട് ചെയ്യാനുള്ള. അപ്പൊ അതുകൊണ്ട് എനിക്ക് ധൃതി പിടിച്ചിട്ട് ഈ സിനിമ കഴിഞ്ഞു അടുത്ത സിനിമ
ഇമ്മീഡിയറ്റ് തുടങ്ങണം എന്നുള്ളൊരു പരിപാടി ഓക്കെ. എനിക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കാലതാമസം എടുത്തെന്നുള്ളൂ. ഒരു സിനിമ ഇപ്പോൾ എഴുതുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഒരു ത്രെഡ് മനസ്സിൽ വരുമല്ലോ. ഈ ഒരു സിനിമയ്ക്ക് എങ്ങനെയായിരുന്നു? ഹൗ വാസ് ദ ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു? ഇൻസ്പിറേഷൻ ഒന്നുമില്ല. അത് എനിക്ക് ഇങ്ങനൊരു കൊമേഴ്ഷ്യൽ ഒരു റൊമാൻസ് ഉള്ളതും ഒരു ചിരിക്കാൻ ആളുകൾക്ക് ചിരിക്കാവുന്നതും വന്ന ഫാമിലികൾക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സിനിമ ചെയ്യണം അവർ. അപ്പൊ അങ്ങനെ ഒരു ബോധപൂർവമായിട്ട് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോ അങ്ങനത്തെ ഒരു പ്ലോട്ട് വന്നു. അതങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അത് സിനിമയാക്കാം എന്നങ്ങനെ ഒരു തോന്നിയതാണ്. ഓക്കെ. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എഴുതാൻ താല്പര്യമുള്ള ആളുകളുടെ അടുത്ത് കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഞാനങ്ങനെ ഭയങ്കര ടിപ്സ് കൊടുക്കാൻ പറ്റിയൊരു വലിയ റൈറ്ററായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ഒരു കണ്ടന്റിൽ ഫോക്കസ് ചെയ്യാന്ന് തോന്നി എനിക്ക്. അതായത് തന്നെ ഒരു ടെംപ്ലേറ്റ് പിടിച്ചു പോകുന്നതിലും എനിക്ക് തോന്നുന്നത് കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഈവൻ ഇഫ് ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഐ തിങ്ക് കുറച്ചുകൂടി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കേൾക്കാത്ത കഥകളും പറയാത്ത കഥകളും ഇതൊക്കെ പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. ഒരു ആക്ടറായിട്ട്, അതായത് ഇപ്പം കുറെ കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് താങ്കൾ. അതിൽ നിന്നും ഇപ്പൊ ഡയറക്ഷനിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴേലും ഒരു ആക്ടേഴ്സ് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് ഇൻഫ്ലുവൻസ് യു എപ്പോഴേലും? തീർച്ചയായിട്ടും. കാരണം ഞാൻ അഭിനയിക്കാൻ മുമ്പ് എനിക്കറിയാം ഹൗ ടു ട്രീറ്റ് ദം മെന്റലി. ഇഫ് ദേ ആർ വെൽ ദെൻ ദേ വിൽ ബി ഗിവിംഗ് us great performance. സോ ആ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ ഞാൻ ആയതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എപ്പോഴും അവരെങ്ങനെ പാമ്പർ ചെയ്ത് പ്രോപ്പറായിട്ട് അങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ അവര് ഹാപ്പി ആയിരിക്കും. അപ്പൊ എനിക്ക് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് ആ ഒരു ഈ സെറ്റിൽ ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു വന്നതൊക്കെ അതിൽ നിന്നായിരിക്കും അല്ലേ? ഒന്ന് അത് റീസൺ ആണ്. രണ്ട് അതെന്റെ ഡിഫോൾട്ട് നേച്ചറാണ്. അതെ. ഈ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ടാസ്ക്. ഇറ്റ്സ് എ വെരി ടഫ് ടാസ്ക്. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്തും ഇത് തമാശയാണ് അല്ലെങ്കിൽ തമാശയായിട്ട് വരുമെന്ന് വിചാരിച്ച് എഴുതിയിട്ട് എന്നാൽ അത് സീനിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ നടക്കാണ്ട് പിന്നീട് അത് റീവർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? കോമഡി എപ്പോഴും ഒരു നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്ന ശരി വേറൊരു ആക്ടറോ അല്ലെങ്കിൽ വേറൊരു ആക്ടർ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ചിലപ്പോൾ വഴങ്ങിക്കൊള്ളണമെന്നില്ല. അതിനൊരു നിർബന്ധമില്ല. സോ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്തായാലും ഇംപ്രൂവൈസ് ചെയ്തേ പറ്റൂ. അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും സീൻ ഉണ്ടോ? ഇപ്പം എനിക്കൊന്നും ഞണ്ടുകളുടെ നാട്ടിലായാലും അല്ലെങ്കിൽ ഇപ്പം ഓടും കുതിരയിലായാലും. ഇല്ല, എനിക്ക് ഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ലാൻഡ് കോമഡി. അപ്പൊ സോ അത് ഹൗ ദേ പെർഫോം എന്നുള്ള രീതിയിലാണ് അത് കിടക്കുന്നത്. ഹൗ യു സ്ട്രക്ചർ ദാറ്റ് കോമഡി എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇത്രയും നാളും വന്നിരിക്കുന്നത്. ചെറിയ ടച്ച് വുഡ്. അതെ, ചെറിയ ഈ പറഞ്ഞോട്ട് ഒരു 90% എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 10% എനിവേ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. അത് എന്തായാലും ഒരു ലോസ് വരും അതിൽ. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഇൻഡസ്ട്രീനെ കുറിച്ചും അല്ലെങ്കിൽ മലയാളം സിനിമയെ കുറിച്ച് ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, റൈറ്റർ വർക്ക് ചെയ്തതിനു ശേഷം ആ ഒരു ഐഡിയ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ടോ, ബ്രേക്ക് ആയിട്ടുണ്ടോ, ഓർ ഹാസ് ഇറ്റ് സ്റ്റേഡ് ദ സെയിം? ഇല്ല, ഞാൻ ആദ്യം കൂടെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഇതിനെ കുറിച്ച് ധാരണയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് എന്റെ എന്താ പറയുക എനിക്കുള്ള തിരിച്ചറിവുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അല്ലാതെ എനിക്ക് പ്രീ ജഡ്ജ്മെന്റ് ഒരു അങ്ങനത്തെ ഒരു ഇതിലെനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാത്തത് കൊണ്ട്. സോ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടാണ് വന്നത് സിനിമയിലേക്ക് വരുന്ന ദാറ്റ് ആക്ച്വലി മൈറ്റ് ഹാവ് ഹെൽപ്ഡ് യു എ ലോട്ട്. കാരണം അതാകുമ്പോൾ ഒരു ഈ ജഡ്ജ്മെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ രീതിയിലുള്ള യു ഡോണ്ട് ഹാവ് ഡിസപ്പോയിന്റ്മെന്റ്സും ഇല്ല, വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല, നേരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോയി എന്ന് പറയാം. അതെ, ജസ്റ്റ് ലൈക്ക് എനി അതർ ജോബ്. നമ്മൾ ഇത് എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. അത് വേറൊരാള് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ അത് പോകണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്റെ രീതികൾ വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി എന്തായാലും ചോദിക്കാനുള്ളത്, ആക്ടിംഗിലേക്ക് വരുന്ന സമയത്ത് നിരവധി കഥാപാത്രങ്ങൾ, അടിപൊളിയായിട്ടുള്ള കുറേയധികം കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ്. ഇതിൽ നിന്നും താങ്കളെ ഡയറക്ഷനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിപ്പിച്ചു തന്ന ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെയോ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അത്? തീർച്ചയായിട്ടും സത്യനന്ദിക്കാട് തന്നെയാണ്. ശ്രീനിവാസൻ സാറും സത്യനന്ദിക്കാട് സാറും തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തേക്കുന്നത് മലയാളത്തിൽ. അവരിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ഒരു ലെസൺ ഇപ്പൊ നമുക്ക് എടുത്ത് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല,
ഇല്ല, സത്യൻ സാറിന്റെ ഒക്കെ എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും ക്ലാരിറ്റി ഉണ്ട് അവരെന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അത് എസെൻഷ്യലി അത് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്, അത് ഏത് ജോലി ചെയ്താലും അതിനൊരു ക്ലാരിറ്റി വേണം. അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടാവുക, പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാക്സിമം 100% എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ, പിന്നെ കുറച്ച് പ്ലസന്റ് ആയിട്ട് ഇരിക്കുക, എങ്ങനെ ടീമിനെ ഡീൽ ചെയ്യുക എന്നുള്ള ഇതൊക്കെയാണ് ഞാൻ പഠിച്ചേക്കണത് അവരുടെ. ചെയ്ത കഥാപാത്രങ്ങൾ, അതായത് അഭിനയിച്ച കഥാപാത്രങ്ങൾ അൽത്താഫുമായിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരിക്കും? എനിക്ക് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ സിമിലാരിറ്റി ഒന്നും ഇല്ല. എനിക്ക് കിട്ടുന്നതൊക്കെ കുറച്ച് ലൗഡ് ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ. ഞാൻ മൊത്തത്തിൽ അങ്ങനെ ലൗഡ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. ഓക്കെ, അത് എന്റെ മറ്റൊരു ചോദ്യമായിരുന്നു. പൊതുവേ തന്നെ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾ, ഇൻട്രോവേർട്ടഡ് അല്ല, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണോ? ഞാൻ അങ്ങനെയാണ്, എനിക്ക് നേച്ചർ അങ്ങനെ. ഞാൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രം പിന്നെ അവർക്ക് വേണ്ടി നമ്മള് ഓൺ സ്വഭാവം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, വേറെ രീതി ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അൽത്താഫ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയുന്ന ഒരു ഫാമിലി സിനിമയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇപ്പൊ റിലീസ് ആയിരിക്കുന്ന ഓടും കുതിര ചാടും കുതിര ഒരു റൊമാൻറ്റിക് കോമഡി ആണെന്ന് പറഞ്ഞു. ഇതല്ലാണ്ട് ആസ് എ ഡയറക്ടർ ആൻഡ് ഓൾസോ ആസ് എൻ ആക്ടർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോണർ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജോണേഴ്സ് എനിക്ക് എല്ലാം ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മീൻസ് ചെയ്തൊരു, ഞാൻ ആദ്യം ഡ്രാമ ചെയ്തു, ഫാമിലി ഡ്രാമഡി. ഇപ്പൊ ഒരു റോം കോം വിത്ത് ഡ്രാമയാണ് വന്നത്. നെക്സ്റ്റ് ഞാനത് മാറ്റി ചിലപ്പോ വേറെ എന്തെങ്കിലും ചെയ്യാം. മീൻസ് ഈ സെയിം ജോണർ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എക്സ്പെരിമെന്റ് അല്ല, അത് എനിക്കത് ബോറടിക്കും. ഞാൻ ആ ഏരിയ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അത് വീണ്ടും ഞാൻ അത് തന്നെ പോയി കഴിഞ്ഞാൽ എനിക്കത് ചിലപ്പോ കുറച്ച് ബോറടിച്ചു. ഇതല്ലാണ്ട് മറ്റ് അപ്കമിങ് പ്രോജക്റ്റുകൾ, ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കറന്റ്ലി അഭിനയമാണ്. അഭിനയം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്, ഉടനെ റിലീസാകാൻ പോകുന്നത് ഞാൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു പടമാണ് ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ട്. ഞാനുണ്ട്, അനാർക്കലി മരക്കാറുണ്ട്, ജോമോൻ ചോദര ഉണ്ട്, അസീസ് നെടുമങ്ങാട്, അന്ന പ്രസാദ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആളുകളുള്ള ഒരു പടമാണ്. ഓൺഗോയിങ് ആയിട്ട് ഷൂട്ട് പോണത് ഞാനും നീരജും അതുകൂടിയും ലീഡായിട്ട് അഭിനയിക്കുന്ന പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു മൂവി പോകുന്നുണ്ട്. അത് ഓൺഗോയിങ് ആണ്, ഷൂട്ട് നടക്കുന്നു. പിന്നെ പാരലലി നെസ്ലന്റെ മോളിവുഡ് ടൈംസ് എന്ന പടവും ഷൂട്ട് നടക്കുന്നു. കുറച്ചധികം വർക്കുകൾ ഉണ്ട്. കുറച്ചധികം കുറച്ചാളത്തേക്ക് ആക്ടിങ് തന്നെയാണ്. എന്നാലും അൽത്താഫ്, താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് തോന്നുന്നു അൽത്താഫ് പൊതുവെ ഇന്റർവ്യൂസ് അധികം കൊടുക്കാറില്ല. സോ ഐ വാസ് വെരി ഹാപ്പി വെൻ യു സെഡ് യെസ് ലെറ്റ്സ് ഡു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി. സോ താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തതിന്. താങ്ക് യു അൽത്താഫ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഓടും കുതിര ചാടും കുതിര എന്ന ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം എന്ന് ഈ ഒരു ടൈമിൽ റിമൈൻഡ് ചെയ്യുകയാണ്. അതോടുകൂടി ഇതാ എനിക്ക് പോകാനായിട്ടുള്ള ടൈമും കൂടിയാണ്. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയും നിരവധി വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു കേട്ടുമുട്ടാം. Stay tuned and keep listening to Radio Malayalam 98.6, Qatar's #1 radio station.